പതിയെ നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അറൗണ്ട് 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി ജോയിൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. എൻ്റെ സ്ക്രീൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു ബ്ലാങ്ക് പേജ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് റിപ്ലൈ ചെയ്യോ, റെസ്പോണ്ട് ചെയ്യോ? യെസ്, അഫ്താബ് പറഞ്ഞിട്ടുണ്ട്, യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്ലാസ്സിൽ ഇരിക്കണം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സെഷന് വന്നിരിക്കണം എല്ലാവരും യു എയിലേക്ക് ജോബ് നോക്കുന്നവർ, അല്ലെങ്കിൽ യു എയിൽ നിലവിൽ ജോബ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യു എയിൽ ഇപ്പം നിലവിലുള്ള ടാക്സേഷൻ, ഇൻഡയറക്ട് ടാക്സേഷനെ സംബന്ധിച്ചിടത്തോളം, ഇൻഡയറക്ട് ടാക്സേഷനിലെ ബോത്ത് ഡയറക്ട് ടാക്സേഷൻ ആയിക്കോട്ടെ, ഇൻഡയറക്ട് ടാക്സേഷൻ അതായത് കോർപ്പറേറ്റ് ടാക്സ് ആയിക്കോട്ടെ, വാല്യൂ ആഡഡ് ടാക്സേഷൻ ആയിക്കോട്ടെ, ഞങ്ങൾ എഫ് ടി എന്ന് വെച്ചാൽ ഇവിടുത്തെ ടാക്സ് ലെവി ചെയ്യുന്ന അതോറിറ്റിയാണ്, ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് വിളിക്കും. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യാം? ഞങ്ങളുടെ ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി വരുന്ന വാറ്റ് റിട്ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് മൈ കസ്റ്റമർ ഞാൻ ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കടക്കണം? ഇത് ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക് അഥവാ എഫ് ടി എക്ക് എന്ത് ചെയ്യണം? ഞാൻ കറക്റ്റ് ടൈമിൽ പേ ചെയ്തിരിക്കണം. അപ്പൊ അത്തരത്തിൽ എൻ്റെ ഇൻകം എത്രയാണ്, അല്ലെങ്കിൽ എൻ്റെ എത്രയാണ് ടാക്സിബിൾ ആയിട്ടുള്ള വരുന്ന ഇൻകം എത്രയാണ്, നോൺ ടാക്സിബിൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എത്ര എമൗണ്ട് ആണ് ഗവൺമെന്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ടി എമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ട്. ആ ചാനൽ വിളിക്കുന്ന പേരാണ് എമറാത്ത് ടാക്സ് പോർട്ടൽ എന്ന് വിളിക്കും. കുറച്ച് പേർക്കൊക്കെ കേട്ടിട്ടുണ്ടാകും. കാരണം ഈ ഒരു പോർട്ടൽ വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ റിട്ടേൺസ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഞങ്ങളുടെ പേയ്മെന്റ് എഫ് ടി എയിലേക്ക് അടക്കുന്നത് ഇതിലൂടെയാണ്. പിന്നെന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്ലാരിഫിക്കേഷൻ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈ പോർട്ടലിലൂടെയാണ്. അവർക്ക് ഓഡിറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട നോട്ടീസ് കാര്യങ്ങളൊക്കെ അയക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇതിനകത്തേക്കാണ്. ഇനിയല്ല അവർ ഫൈൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്ടിഫിക്കേഷൻ, അതിന്റെ കൺസിഡറേഷൻ, റീഫണ്ട് റിക്വസ്റ്റ് റേസ് ചെയ്യുക. സോ തുടങ്ങി വാല്യൂ ആഡഡ് ടാക്സേഷനും എക്സൈസും ഞങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ കോർപ്പറേറ്റ് ടാക്സ് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഇനി കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷൻ ഓൾറെഡി അതിനകത്ത് ചാലു ആയിട്ടുണ്ട്. സോ ഇനി വരുമ്പോൾ 30 സെപ്റ്റംബർ വന്നിട്ട് 2025 സെപ്റ്റംബറിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ റിട്ടേൺ സബ്മിഷനും കാര്യങ്ങളൊക്കെ ഇതിലൂടെ ആയിരിക്കും ഉണ്ടാകുക. നമ്മുടെ ഈ പറയുന്ന എമറാത്ത് ടാക്സ് പോർട്ടൽ വഴിയായിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയ എന്ന് പറയുന്നത്, എമറാത്ത് ടാക്സ് പോർട്ടലിനകത്ത് എങ്ങനെ വാല്യൂ ആഡഡ് ടാക്സേഷൻ അഥവാ വാറ്റിന്റെ റിട്ടേൺ എങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, അവിടെ എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം റൂള് പ്രകാരം പറഞ്ഞത് രണ്ട് രീതിയിൽ ആൾക്കാരാണ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ രണ്ട് മെത്തഡോളജി ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞത് മാൻഡേറ്ററി ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നുണ്ട്, അതായത് നിർബന്ധമായിട്ട് എടുക്കേണ്ട ആൾക്കാർ, രണ്ടാമത് വോളണ്ടറി ആയിട്ട് എടുക്കേണ്ട ആൾക്കാർ. അപ്പോൾ വോളണ്ടറി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മാൻഡേറ്ററി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിലും എഫ് ടി എക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലൂടെ നടത്തുന്നത് എമറാത്ത് ടാക്സ് പോർട്ടൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പോർട്ടൽ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെയാണ് നടത്തുന്നത്. അപ്പോൾ അത് ഒന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. രണ്ടാമത് പഠിക്കാനുള്ളത് എഫ് ടിയുടെ വാറ്റ് എങ്ങനെ റിട്ടേൺ എങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്, ഞങ്ങൾക്ക് എങ്ങനെയാണ് വാറ്റിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റുക. ഈ മൂന്ന് കാര്യങ്ങളും ഒരു ജൂനിയർ അക്കൗണ്ടന്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ടാക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ്, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? തേർഡ് പാർട്ടി ആയിട്ടുള്ള മറ്റുള്ള ഒരു ഓഡിറ്ററെ വെച്ചിട്ടോ അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടന്റിനെ വെച്ചിട്ടൊക്കെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. പക്ഷേ ടാക്സിൽ കുറച്ച് അത്യാവശ്യം അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാറില്ല, നിങ്ങളല്ല റിട്ടേൺ ചെയ്യുന്നത്, ഓൺ ബിഹാഫ് മറ്റൊരാളാണ് നിങ്ങൾക്ക് വേണ്ടി റിട്ടേൺ ചെയ്ത് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇനി അവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇൻഹൗസ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ യു എയിലേക്ക് പുതിയതായിട്ട് ജോബ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് എന്തായാലും ടാക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറി കയറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്ക് എന്താണ്, വാറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ഒരു ഡൗട്ട് ഉണ്ടാവില്ല. എന്തായാലും 100% ചോദിച്ചിരിക്കും. സോ എന്ത് ചെയ്യുക? അതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അറിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ശ്രമിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നെന്ന് പറഞ്ഞത് വാറ്റിന്റെ രജിസ്ട്രേഷൻ, വാല്യൂ ആഡഡ് ടാക്സ്. അവിടെ സംസാരിക്കണ്ട, അറിയില്ല, ഡൗട്ട് ആണെങ്കിൽ എന്നോട് പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല. വാറ്റിന്റെ രജിസ്ട്രേഷൻ. ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വന്നതാണ് വാറ്റിന്റെ ക്ലാസ്. ഓക്കെ, റൈറ്റ്. എന്തോ ആരോട് ഇൻഹൗസ് സംസാരിക്കുന്ന, കുഴപ്പമില്ല. അപ്പൊ വാറ്റിന്റെ രജിസ്ട്രേഷൻ. രണ്ടാമത്തത് വാറ്റിന്റെ പേയ്മെന്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത് വരുന്നത് വാറ്റിന്റെ പേയ്മെന്റ് അല്ല, വാറ്റിന്റെ റിട്ടേൺ സബ്മിഷൻ. വാറ്റിന്റെ റിട്ടേൺ സബ്മിഷൻ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത്തത് വാറ്റിന്റെ പേയ്മെന്റ് എങ്ങനെയാണ് നടത്താൻ വേണ്ടി പറ്റുക.
ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ഒരു സിമുലേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ആ ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ വെച്ച് നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആക്സസ് അല്ലെങ്കിൽ ഈ ഒരു പോർട്ടലിലേക്കുള്ള ആക്സസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 3 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള അസൈൻമെന്റ്സും കാര്യങ്ങളും നിങ്ങൾ എന്ത് ഉണ്ടാവും, ഷെയർ ചെയ്ത് തരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി കളയാം. നിയമപ്രകാരം പറഞ്ഞത് ആരൊക്കെയാണ് വാറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തരത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളത് 2 തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞത് മാൻഡേറ്ററി രജിസ്ട്രേഷനും രണ്ടാമത്തത് വോളണ്ടറി രജിസ്ട്രേഷൻ. മാൻഡേറ്ററി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ത്രഷോൾഡ് ലിമിറ്റ്, ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റ് പറഞ്ഞ 3,75,000 എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റ് പറഞ്ഞിട്ട് അത് എക്സീഡ് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് UAE വാറ്റിന്റെ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. വോളണ്ടറി എന്ന് പറഞ്ഞത് മാൻഡേറ്ററി ത്രഷോൾഡ് ലിമിറ്റിന് നേരെ 50%, 1,87,500 ആണ്. ആ ടേൺ ഓവർ അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി പറയാം, സാർ എന്നെ എന്ത് ചെയ്യണം, ഒന്ന് രജിസ്ട്രേഷൻ എടുത്തു തരണം എന്ന് പറയാം. അപ്പോൾ ഈ 2 പ്രൊസീജിയേഴ്സ് ആയാലും അല്ലെങ്കിൽ ഈ 2 മെത്തഡോളജി വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എമിറേറ്റ് ടാക്സ് പോർട്ടൽ വഴി എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലായിരിക്കും എമിറേറ്റ് ടാക്സ് പോർട്ടലിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് എമിറേറ്റ് ടാക്സ് പോർട്ടലിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലൊരു വിൻഡോ ആയിരിക്കും കാണിക്കുക. അതിനകത്ത് ഇത് മാത്രം ഉണ്ടാവില്ല, ദിസ് ഈസ് ഫോർ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഈസ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് മാത്രം ഉണ്ടാവില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടാവും, ആ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അടിച്ചു നോക്കാം. എല്ലാച്ചും എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യാം, നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുമ്പ് അല്ലെങ്കിൽ അതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എമിറേറ്റ് ടാക്സ് പോർട്ടലിനകത്തേക്ക് കയറാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് നിലവിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ അതർ ലോഗിൻ ഓപ്ഷൻ പോയിട്ട് ഇമെയിൽ ID പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അക്കൗണ്ട് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അക്കൗണ്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. gmail.com. അറബിക്കിൽ കൊടുക്കണം. താൽക്കാലികമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ക്യാപ്ച കോഡ് ഉണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു FT എമിറേറ്റ് ടാക്സ് പോർട്ടലിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അലോഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഇപ്പം നമുക്കൊരു യൂസർ നെയിം, ഇമെയിൽ ID പാസ്വേഡും കിട്ടിയത് കൊണ്ട് തന്നെ നേരെ എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഉണ്ട്, അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. (710-301) ലോഗിൻ ചെയ്യാം. അയ്യോ, ഒരു സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു യൂസർ നെയിമോ പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരത്തില് എമിറേറ്റ് ടാക്സ് പോർട്ടലിന്റെ ഡാഷ്ബോർഡിലേക്ക് വിൻഡോനകത്തേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്നെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത്തരത്തില് നിങ്ങൾക്ക് എന്താ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, FTA അല്ലെങ്കിൽ എമിറേറ്റ് ടാക്സ് പോർട്ടലിനകത്ത് കടക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കിട്ടി, ഒരു യൂസർ നെയിമും പാസ്വേഡും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് വേണം പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സബിൾ പേഴ്സൺ, അതായത് കമ്പനികളെ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത് അവരുടെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ടാക്സബിൾ പേഴ്സണെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ക്രിയേറ്റഡ് ന്യൂ ടാക്സബിൾ പേഴ്സൺ ഓപ്ഷനിലേക്ക് പോവാം. ഇത് നിങ്ങളുടെ കമ്പനി ഏതാണെന്ന് നോക്കുക. ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ഒരു ABCD LLC എന്നുള്ള പേര് കൊടുക്കാം. ABCD LLC. അറബിക്കിലും താൽക്കാലികമായിട്ട് ABCD LLC തന്നെ കൊടുക്കാം. ആക്ച്വലി വരുന്ന സിറ്റുവേഷൻ അത് അറബിക്കാണ് കൊടുക്കുന്നത്. നമ്മളുമായിട്ട് എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലീഷിലാണോ അറബിക്കിലാണോ എന്നുള്ളത് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ താൽക്കാലികമായിട്ട് ഇംഗ്ലീഷ് കൊടുക്കുന്നു. പ്രിഫേർഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞത്
ഇമെയിലൂടെയാണോ അല്ലെങ്കിൽ SMS-ലൂടെയും ബോത്തിലും വേണമെങ്കിൽ അതും കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ ലോഗോ എന്തെങ്കിലും കമ്പനിക്ക് ലോഗോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് താഴെ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ക്രിയേറ്റ് എന്നാണ് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കമ്പനി എന്താവും, ക്രിയേറ്റഡ് ആവും. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തില്ല, ടാക്സിന് ലയബിലിറ്റി കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, താൽക്കാലികമായിട്ട് എമിറാറ്റ് ടാക്സ് പോർട്ടൽ എന്ന് പറയുന്ന ഈ ഒരു FTA വെബ്സൈറ്റിനകത്തേക്ക് എൻ്റർ ആയി അതിനകത്ത് ആരാണോ ടാക്സിബിൾ പേഴ്സൺ വരുന്നത് ആ വ്യക്തിയെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതിനെ ABCD എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ABCD LLC എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. അതിൽ തന്നെ ഞാൻ പറഞ്ഞു കോർപ്പറേറ്റ് ടാക്സിന്റെയും വാല്യൂ ആഡഡ് ടാക്സേഷന്റെയും എക്സൈസിന്റെ ഒക്കെ എവിടെയാത്ത വരുന്നത്, ഈ ഒരു പോർട്ടലിനകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് റിയൽ ആയിട്ട് നിങ്ങൾ എമിറാറ്റ് ടാക്സ് പോർട്ടൽ ലോഗിൻ ചെയ്താലും കാണാൻ വേണ്ടി പോകുന്നത്. കുറച്ച് പേർക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് അറിവുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോർട്ടലിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, ഈ ഒരു സാധനമാണ് കിട്ടുക. അപ്പൊ ഇവിടെ പോയിട്ട് വാല്യൂ ആഡഡ് ടാക്സേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ വരിക, ഡയറക്റ്റ് ആയിട്ട് ആക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്റർ കൊടുക്കുമ്പോൾ വാല്യൂ ആഡഡ് ടാക്സേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ സ്റ്റേജിനകത്ത് എന്തുണ്ട് അവർ പറയുന്നുണ്ട്. അതായത് നമ്മുടെ കമ്പനിയുടെ ട്രേഡ് ലൈസൻസ് നമ്പർ വേണം, കമ്പനിയുടെ ഓണേഴ്സിന്റെ എമിറേറ്റ്സ് ID വേണം, കമ്പനി ഹോൾഡ് ചെയ്യണം മറ്റൊരു കമ്പനി ആണെങ്കിൽ അവരുടെ ട്രേഡ് ലൈസൻസ് കാര്യങ്ങൾ, കുറേ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, കുറച്ച് ട്രേഡ് സെയിൽസിന്റെ പർച്ചേസിന്റെ എക്സ്പെൻസിന്റെ സാമ്പിൾ ഇൻവോയ്സുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇവര് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അക്നോളജ് ചെയ്യാം, ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് വിൻഡോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ തൊട്ട് അങ്ങോട്ടേക്ക് വാറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ആകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞ എൻറ്റിറ്റിയുമായിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ്, രണ്ടാമത് ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അവർക്ക് എലിജിബിൾ ആണോ എന്നുള്ള അറിയാൻ വേണ്ടി, അതായത് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് അത് പറയുന്നത് നിങ്ങൾ ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റ് ഞാൻ പറഞ്ഞില്ലേ 3,75,000 1,87,500 ഒക്കെ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വോളണ്ടറി രജിസ്ട്രേഷൻ പ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ മാൻഡേറ്ററി രജിസ്ട്രേഷൻ ത്രഷോൾഡ് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനകത്ത് പോയിട്ട് രജിസ്ട്രേഷൻ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഫീഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു ഡാറ്റ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ എവിടെയുണ്ട്, ഈ ഒരു കോളത്തിനകത്തുണ്ട്. അതും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക്, യൂസർ വാങ്ങിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ, അതായത് അസൈൻമെന്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെയാണ് വാറ്റിനകത്ത് രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ വരുമ്പോൾ എൻറ്റിറ്റി ഡീറ്റെയിൽസിനകത്ത് വരുന്ന സമയത്ത് കമ്പനി എന്താണ്, ലീഗൽ ടൈപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഡിവിജ്വൽ ആണോ, കമ്പനി പാർട്ണർഷിപ്പ് ആണോ, അത് നിങ്ങൾക്ക് ഏത് കമ്പനിയാണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. പാർട്ണർഷിപ്പ് ഫാംസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇനി ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് നിലവിൽ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടോ, ആ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ ആരാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, എന്താണ് ലൈസൻസിന്റെ പേര്, ലൈസൻസ് ഇഷ്യൂ നമ്പർ എന്താണ്, ഏത് ഡേറ്റിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഏത് ഡേറ്റിൽ എക്സ്പയർ ചെയ്യും, അതിന് ഇംഗ്ലീഷിൽ എന്താണ് കമ്പനിയുടെ ലീഗൽ നെയിം എന്താണ്, കമ്പനിക്ക് ട്രേഡ് ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് നെയിം, ലൈസൻസ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ബിസിനസ് ആക്ടിവിറ്റി എന്താണ്, അവിടെ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആസ് പെർ ട്രേഡ് ലൈസൻസിൽ ഉണ്ടാകും. അതിൽ കോർ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി എന്തൊക്കെ, അതിനകത്ത് ആരൊക്കെയാണ് ഓണേഴ്സ് വരുന്നത്, പിന്നീട് വരുന്നത് കമ്പനിക്ക് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ്, സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് 100% ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ കൊടുത്തു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടെനൻസി കോൺട്രാക്ട് അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ എന്തുണ്ട് എമിറാറ്റ് ടാക്സ് പോർട്ടലിനകത്ത് ഉണ്ട്. അപ്പൊ ഇതൊക്കെ മണ്ടേറ്ററി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റൈറ്റ്. അതിനുശേഷം വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട, താൽക്കാലികമായിട്ട് നോ അടിക്കുക. ഓക്കെ, എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞിരിക്കണം. കമ്പനിക്ക് ത്രഷോൾഡ് ലിമിറ്റ്, വോളണ്ടറി ഡിസ്ക്ലോഷർ, വോളണ്ടറി രജിസ്ട്രേഷൻ ത്രഷോൾഡ് പ്രകാരമാണോ അല്ലെങ്കിൽ മാൻഡേറ്ററി പ്രകാരമാണോ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞു സെയിൽസിന്റെ പ്രൂഫ് അല്ലെങ്കിൽ ടേൺ ഓവർ ഡിക്ലറേഷൻ ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ എന്ത് ചെയ്യണം, നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പർച്ചേസിന്റെ ഓർഡേഴ്സ്, കോൺട്രാക്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എക്സ്പെൻസിന്റെ ഇൻവോയ്സുകൾ കൊടുക്കണം, സെയിൽസിന്റെ സാമ്പിൾ ഇൻവോയ്സ് കൊടുക്കണം. ഏത് ഡേറ്റിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ലാബിൽ ആകുന്നത്, നിങ്ങൾക്ക് എക്സെപ്ഷൻ ഫ്രം രജിസ്ട്രേഷൻ ഉണ്ടോ, അത് കറക്റ്റ് കോൺസെപ്റ്റ് ആണ്. എക്സെപ്ഷൻ ഫ്രം രജിസ്ട്രേഷൻ വെച്ചാൽ നമുക്ക് എക്സ്പോർട്ട് സെയിൽസ് മാത്രമുള്ളവരാണെങ്കിൽ എന്തെടുക്കേണ്ട ആവശ്യമില്ല, FTA രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു എക്സെപ്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് എക്സെപ്ഷന് പോകുന്ന ആൾക്കാരാണോ എല്ലാ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ആയിട്ട് ഇവിടെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിനകത്ത് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
ബിസിനസ് അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബിൽഡിംഗ് എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ PO ബോക്സ് എന്താണ്, ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ എന്താണ് ബിസിനസ്സിൽ എന്താണ് ജോബ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസിനകത്ത് ഫീഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട്, അതായത് ആരുമായിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ കൊടുക്കണം. ദെൻ നമ്മുടെ റീഫണ്ട് കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് അതിന്റെ IBAN കൺഫർമേഷൻ ലെറ്റർ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ കൺഫർമേഷൻ ലെറ്റർ കാര്യങ്ങളൊക്കെ വാലിഡേഷൻ ലെറ്റർ ഒക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അഡീഷണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇമ്പോർട്ട് ഉണ്ടോ എക്സ്പോർട്ട് ഉണ്ടോ, നമ്മൾ കസ്റ്റംസ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ, അത്തരത്തിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് എവിടെ ഉണ്ട്, ഈ ഒരു വാറ്റ് രജിസ്ട്രേഷനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ആരാണ് കമ്പനിയുടെ ഓതറൈസ് സിഗ്നേച്ചറി, ആരാണ് അതിന്റെ ഡീറ്റെയിൽസ്, അവരുടെ എമിറേറ്റ്സ് ID, പാസ്പോർട്ട് നമ്പർ, പിന്നെ അവർക്ക് എങ്ങനെയാണ് ഈ ഓതറൈസേഷൻ കിട്ടിയിരിക്കുന്നത്, മെമ്മോറാണ്ടം വഴിയാണോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വഴിയാണോ നിങ്ങൾക്ക് ഓതറൈസേഷൻ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫൈനലായിട്ട് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിയൽ സിനേറിയോയിൽ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഒരു I ഡിക്ലെയർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഇവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഡോക്യുമെന്റും നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് FTAയുടെ വെബ്സൈറ്റിലേക്ക് അവരിലേക്ക് എന്ത് ചെയ്യും, സബ്മിഷൻ ആകും. അങ്ങനെ സബ്മിഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യും, അവരത് റിവ്യൂ ചെയ്യും. എന്തെങ്കിലും കറക്ഷൻസ് ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിനകത്ത് എന്ത് ചെയ്യും, അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, അവര് ഇഷ്യൂ ചെയ്യും. അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് വന്നില്ലേ, ഞാൻ ജസ്റ്റ് ഡാറ്റ ഫീഡ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് മാത്രമേ ഉള്ളൂ, എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് മാൻഡേറ്ററി ആക്കി വെച്ചില്ല. പക്ഷേ FTAയുടെ റീസൺ, അതായത് റിയാലിറ്റിയിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ മാൻഡേറ്ററി ഫീൽഡ്സ് ആണ് അവിടെ ഉണ്ടാകുക. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡാഷ്ബോർഡിനകത്ത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ സ്റ്റാറ്റസ് എന്തായിട്ട് മാറും, ഇവിടെ രജിസ്റ്റേർഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലീഗൽ സ്റ്റാറ്റസിലേക്ക് മാറുകയും നമുക്കൊരു TRN നമ്പർ അഥവാ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ എന്ത് ചെയ്യും, അലോട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താവും, ഞങ്ങള് ഒരു ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ട ലയബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പൊ ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു രജിസ്ട്രേഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, അസൈൻ ചെയ്ത് കിട്ടുന്ന നമ്പറാണ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്ന പേര്, ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ അഥവാ TRN എന്ന് പറയുന്ന നമ്പർ കിട്ടും. അപ്പൊ ഈ TRN ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, മാൻഡേറ്ററി ആയിട്ട് അവരെന്ത് ചെയ്യണം, റിട്ടേൺ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആർക്കാർ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക, എന്താ റിട്ടേൺ, വാറ്റ് റിട്ടേൺ അഥവാ VAT 201 എന്ന് പറയും. ആ റിട്ടേൺ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ രജിസ്ട്രേഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ത്രഷോൾഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് രജിസ്ട്രേഷന് പോകാം. രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ പീരീഡ് കാര്യങ്ങളൊക്കെ പറയും. ആ ടൈമിൽ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് 28 ആണ്, 1/4/2024 തൊട്ട് 30/6/2024 വരെയുള്ള ത്രഷോൾഡ് ലിമിറ്റിന് സാധാരണ നോർമൽ ഡേറ്റ് വരുന്നത് 28/7/2024 ആയിരുന്നു. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്താണ്, നാളെ 29/7/2024 എന്ന് പറഞ്ഞത് ഡെഡ് ലൈൻ ഫോർ സബ്മിഷൻ വാട്ട് റിട്ടേൺ എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തില് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യേണ്ടി വരും, FTAയിൽ പോയിട്ട് നമ്മുടെ ഇൻകം എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ വരിക, വാറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകാം. ഇവിടെ മൈ ഫയലിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. വാറ്റിൽ മൈ ഫയലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ വ്യൂ ഓൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി മുൻപത്തെ ക്വാർട്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഏതൊക്കെയാണ്, ഏത് പീരീഡിലെ റിട്ടേൺ ആണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് വാറ്റ് പൊസിഷൻ വരുന്നത്, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അറിയാൻ വേണ്ടി പറ്റും. ഇനി ഓൾറെഡി നമ്മളിപ്പോൾ പുതിയ ഒന്നും റിട്ടേൺ സബ്മിറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് പുതിയ ഒന്നും റിട്ടേൺ സബ്മിഷൻ ടൈം ആയിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പുതിയ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് വാറ്റിന്റെ ഫിസിക്കൽ എന്താണോ എമറാറ്റ് ടാക്സ് പോർട്ടൽ സബ്മിറ്റ് ചെയ്യേണ്ടത് സെയിം സാധനം ഡിക്റ്റോ ആണ്, അതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ വിൻഡോ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ആയിട്ട് വരും. അതിനകത്ത് പോയിട്ട് സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈസ് എത്രയാണ്, അത് ദുബായിൽ എത്രയാണ്, ഷാർജയിൽ എത്ര, അജ്മാൻ എത്ര, ഉമ്മൽഖൂൻ എത്ര, എമിറേറ്റ്സുകളാണ്. ഓരോ എമിറേറ്റ് വൈസ് എന്ത് ചെയ്യാം, നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ടാക്സ് റീഫണ്ട് ടൂറിസ്റ്റ് സ്കീം പ്രകാരം വല്ലതും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് പ്രൊവിഷൻ പ്രകാരം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, സീറോ റേറ്റഡ് സപ്ലൈസ് എത്രയാണ്, സീറോ റേറ്റഡ് സപ്ലൈസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കൊടുക്കുക. കാരണം എന്താണ്, അതിന് കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഒഫീഷ്യൽ എവിഡൻസും കൊമേഴ്ഷ്യൽ എവിഡൻസും കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡാറ്റകൾ എന്ത് ചെയ്യുക, നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുക. എക്സംപ്റ്റഡ് സപ്ലൈസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഗുഡ്സ് വന്നില്ല, ഇമ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് അത് ഫിറ്റ് ചെയ്ത് കയറി വരും. ദെൻ അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ദെൻ അതുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് കാര്യങ്ങൾ വല്ലതും ക്ലെയിം ചെയ്യണം, അതിൽ തന്നെ പഠിക്കണം എന്തൊക്കെയാണ് അലോബിൾ ആയിട്ടുള്ള ഇൻപുട്ടുകളുണ്ട്. കുറെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു, UAE വന്നിട്ട് ദുബായിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു,
ഇതിന്റെ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് 1 ലക്ഷം കൊടുത്തിട്ട് ഇവിടെ 5000 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ജസ്റ്റ് റിട്ടേൺ എന്ത് ചെയ്യാം, ഒന്ന് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇവിടെ വരിക, എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യാം, നമ്മളൊന്ന് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വേണമെങ്കിൽ എക്സ്പെൻസിനകത്ത് ഒരു 50,000 എൻ്റർ ചെയ്യാം, ഒരു 2500 കൊടുക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 5000 രൂപയുടെ ഔട്ട്പുട്ട് മാറ്റ് ഉണ്ട്. ഇൻപുട്ട് മാറ്റ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. അപ്പൊ നെറ്റ് പേബിൾ ആയിട്ടുള്ള ഇൻപുട്ട് മാറ്റ് എന്ന് പറയുന്നത് 2500 ദർഹംസ് ആയിട്ട് വന്നു. നിങ്ങൾ പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്തൊന്നും വരുന്നില്ല, അത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വാറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ റിവ്യൂ ആൻഡ് ഡിക്ലറേഷൻ എന്ന ഓപ്ഷൻ കിട്ടും. അതിനകത്ത് 1 ലാഖിന്റെ സെയിൽ കാണിച്ചു, അതിന് 5000 രൂപ ദർഹംസ് വാറ്റ് വന്നിട്ടുണ്ടായി. 5000 ദർഹംസ് 50,000 ദർഹംസിന് ഇൻപുട്ട് വാറ്റ് കാണിച്ചു. അതിൽ 2500 ദർഹംസ് എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിമബിൾ ആണ്. സോ നെറ്റ് എത്ര പേ ചെയ്യാണ്ട്, 2500 ദർഹംസ് ഇവിടെ പേ ചെയ്യാൻ വേണ്ടി. ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഞാൻ ഐ ഡിക്ലെയർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് എമിറേറ്റ് ടാക്സ് ബോർഡ് അല്ലെങ്കിൽ ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്താകും, സബ്മിഷൻ ആകും. പിന്നീട് നിങ്ങൾക്ക് മാറ്റം വരുത്തണം, ആഫ്റ്റർ 20th ശേഷം നിങ്ങൾക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വോളണ്ടറി ഡിസ്ക്ലോഷർ അഥവാ VD എന്ന് പറഞ്ഞ ഡോക്യുമെന്റേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ VD റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിന് സെപ്പറേറ്റ് ഫൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്താണ് വാറ്റ് ലോ എന്നുള്ളതും എങ്ങനെ എമിറേറ്റ് ടാക്സ് പോർട്ടലിലൂടെ ഇന്ന് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താൽക്കാലികമായി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താകും, എമിറേറ്റ് ടാക്സ് പോർട്ടലിൽ കാണിക്കുന്നത് പോലെ തന്നെ വാറ്റ് 201 റിട്ടേൺ എന്ത് ചെയ്യുന്നു, അവിടെ സബ്മിഷൻ ആകും. ഇത്തരത്തിലൊരു അക്നോളജ്മെന്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു അക്നോളജ്മെന്റ് നിങ്ങൾക്ക് പ്രൂഫ് ആണ് നിങ്ങൾ വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തെന്നുള്ളത്. അതിനകത്ത് പറയും ഏത് സ്റ്റാഗർ പീരീഡിലാണ്, ഏത് കമ്പനിയാണ്, ഏത് TRN നമ്പർ ആണ് എന്നുള്ളത്. ഇവിടെ സ്റ്റാറ്റസും കാണിക്കും സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഓഡിറ്റ് റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ച് എടുക്കാൻ വേണ്ടി പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും എന്തുണ്ട്, ഈ ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഗോ ടു ഡാഷ്ബോർഡ്. ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വരികയാണ്, തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, 2500 ഈ ഒരു വാറ്റ് റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ടായി, നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായി. അതിനകത്ത് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാച്ചാൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു വാറ്റ് റിട്ടേൺ നിങ്ങൾക്ക് PDF ആയിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും. ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ എന്തൊക്കെയാണ് ഡാറ്റ കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് UAE ഇപ്പൊ നിലവിലുള്ള റിട്ടേണിന്റെ ഫോർമാറ്റ് പ്രകാരം തന്നെയാണ് നമ്മൾ വരുന്നത്. ഇതാ ഇവിടെ 2500 ദിർഹംസ് എന്നുണ്ട് പേയബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റ് റിലേറ്റഡ് പർപ്പസിനൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2500 ദിർഹംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് FTAക്ക് പേ ചെയ്യാനുള്ള ലാബിലിറ്റി അവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് പേ ചെയ്യണ്ടേ, ചെയ്യണ്ടേ? വേണം. വാറ്റ് നമ്പറും TR നമ്പർ സെയിം തന്നെ കേട്ടോ മോനെ. ഒരാൾ ചോദിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും എന്തുണ്ട്, ഇതിനകത്ത് ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരിക, മൈ പേയ്മെന്റ്സ് എന്ന ഓപ്ഷനിൽ ഇവിടെ വന്നിട്ട് മൈ പേയ്മെന്റ്സ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ലാബിലിറ്റീസ് ഉള്ളതെന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇതിനകത്ത് കാണിച്ചു തരും. 5000 രൂപ ഔട്ട്പുട്ട് വാറ്റ് ഉണ്ടായി, അതിൽ 2500 ഇൻപുട്ട് വാറ്റ് ഉണ്ട്. നെറ്റ് പേബിൾ എത്രയാ, 2500 മാത്രമേ ഉള്ളൂ. നിലവിൽ FTAയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. നിങ്ങളുടെ പെനാൽറ്റി കാര്യങ്ങൾ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ താഴോട്ട് വരും, അതർ പേയ്മെന്റ്, ആപ്ലിക്കേഷൻ പെൻഡി പേയ്മെന്റ്സ്, അത് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ 2500 ദിർഹംസ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ പേ ചെയ്യണം. പേ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി എന്ത് ചെയ്യാം, ഡെബിറ്റ് മുൻപുണ്ടായിരുന്ന ഈ ദിർഹം കാർഡും ഉണ്ട്, അങ്ങനെയുള്ള കാർഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, FTAക്ക് പേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റും. രണ്ടാമതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു GBAN നമ്പർ ഉണ്ട്. GBAN നമ്പർ അതിനകത്ത് ജനറേറ്റ് ആയി വരും. അതിനകത്ത് റെഫറൻസ് നമ്പറും ജനറേറ്റ് ആകും. ആ റെഫറൻസ് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ബാങ്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ TT എന്ന് പറയും, ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ TT ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫണ്ട് FTAയിലേക്ക് പേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് എങ്ങനെ പേ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ സെലക്ട് ആൻഡ് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു റെഫറൻസ് നമ്പർ 2500 ആണ് നിങ്ങൾക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. 2500 ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത്. അതെന്ത് ചെയ്യുന്നു, അത് പേ ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, എന്താണ് നിങ്ങൾ പേ ചെയ്യുന്നത് സെലക്ട് ചെയ്യണം. വാല്യൂ ആഡഡ് ടാക്സേഷൻ ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ജസ്റ്റ് പ്രൊസീഡ് ടു പേയ്മെന്റിലേക്ക് ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, GBAN നമ്പർ വെച്ച് പേ ചെയ്യാൻ വേണ്ടി പറ്റും, കാർഡ് വെച്ച് എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് രണ്ടും എമിറേറ്റ് ടാക്സ് പോർട്ടൽ ഈ ഒരു ഏരിയ നമ്മൾ ക്ലിക്ക് ചെയ്ത് GBAN നമ്പർ വെച്ച് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർഡ് വെച്ച് പേ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമ്മളെ നാവിഗേറ്റ് ചെയ്യുന്ന എവിടേക്കായിരിക്കും,
അടുത്ത ഒരു വിൻഡോയിലേക്കായിരിക്കും നാവിഗേറ്റ് ചെയ്യുക. നാവിഗേറ്റ് ചെയ്യുന്ന വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, ഏത് ബാങ്കിന്റെ വെബ്സൈറ്റിലേക്കായിരിക്കും കിടക്കുക. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എത്തുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും, FT യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ കഴിയും. കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ബാങ്കിനകത്ത് പോവാം, നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് OTP കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഒരു പേയ്മെന്റ് അതിനകത്ത് പ്രോസസ് ചെയ്യുക. നമ്മുടെ ഇമെയിൽ ഐഡിയിലേക്ക് എന്ത് വരും, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പേയ്മെന്റ് അക്നോളജ്മെന്റ് കോപ്പി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിസീവ് ആയി. GBAN വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു GBAN വേണ്ടി ഒരു റെഫറൻസ് ഡോക്യുമെന്റ് ജനറേറ്റ് ആയി വരും. ഈ റെഫറൻസ് ഡോക്യുമെന്റ് വെച്ചിട്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഫണ്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ ഇതാണ് അതിനുള്ള മെത്തഡോളജി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ വേറെ എന്തെങ്കിലും കാർഡുകൾ വെച്ചിട്ട് പേ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത എന്ന് പറയുന്നത് ബാങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് TT കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൊരു കാര്യം കൂടി പറയാനുണ്ട്, ഒന്നുകൂടി ഞാൻ ഓവർവ്യൂ ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കുക. രണ്ടാമത് പഠിച്ചത് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ തന്നെ 2 രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് വോളണ്ടറി രജിസ്ട്രേഷൻ, രണ്ടാമത് എന്ന് പറയുന്നത് മൻഡേറ്ററി രജിസ്ട്രേഷൻ. ഏത് സ്കീമിലാണ് നമ്മൾ പോകുന്നത്, ഏത് സ്കീമിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എമറാ ടാക്സ് പോർട്ടലിലേക്ക് കടന്നു വരണം. എമറാ ടാക്സ് പോർട്ടലിൽ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം, ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്ത് അവർ സബ്മിഷൻ ചെയ്യാൻ വേണ്ട 129 എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. ആ ഡാറ്റ ഫീൽഡ് എൻ്റർ ചെയ്യാം. ഡാറ്റ ഫീൽഡ് എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനകത്തുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ FT റിവ്യൂ ചെയ്ത് നോർമലി 20 ഡേയ്സ് 15 to 20 ഡേയ്സ് നടക്കൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിലാണ് ഇവിടെ വാറ്റ് നമ്പർ അഥവാ TRN നമ്പർ എന്ന് പറയുന്ന രണ്ടും. TR എന്ന് വെച്ചാൽ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, സെയിം വാറ്റിനും സെയിം തന്നെയാണ്. അത് അങ്ങനെ ഇങ്ങോട്ട് ഇന്റർചേഞ്ചബിൾ ആയിട്ട് വിളിക്കുന്ന ഒരു പേര് മാത്രമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്പർ നമുക്ക് അലോട്ട് ചെയ്ത് വരും. അത്തരത്തിൽ നമുക്ക് ഒരു നമ്പർ അലോട്ട് ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ആർ ലയബിൾ ഫോർ സബ്മിഷൻ ഓഫ് വാറ്റ് റിട്ടേൺ. അതിന്റെ കാര്യങ്ങളും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായി, റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, നോ ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്മിഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, റിട്ടേൺസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിട്ടേൺ സബ്മിഷൻ ചെയ്യാനുള്ള ലയബിലിറ്റി കാര്യങ്ങൾ ഉണ്ടാവും. അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുക. റിട്ടേൺ സബ്മിറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വാറ്റുമായി ബന്ധപ്പെട്ടുള്ള പേയ്മെന്റ് അടക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ അതിനുള്ള 3 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളിപ്പോൾ 28 തന്നെ പോയിട്ട്, ഇന്നത്തെ ഡേറ്റ് 28 ആണ്. ഇന്ന് വന്നിട്ട് പറയണം 1 മില്യൺ വാറ്റ് അടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ പോയിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് വാറ്റ് അടക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അഡ്വാൻസ് ആയിട്ട് വാറ്റ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി FTA തരുന്നുണ്ട്. അതിലുള്ളത് പറഞ്ഞത് മൈ പേയ്മെന്റ്സിൽ പോകുക, മൈ പേയ്മെന്റ്സിൽ വരിക, അതേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ് പേയ്മെന്റ് ആഡ് പേയ്മെന്റ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്തിട്ട് പഴയ ഡാറ്റയിലേക്ക് 1 ലക്ഷം ദിർഹംസ് ട്രാൻസ്ഫർ ചെയ്യാം. പേയ്മെന്റ് ടുവേർഡ്സ് നെക്സ്റ്റ് വാറ്റ് റിട്ടേൺ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് മുൻകൂട്ടായിട്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വാറ്റ് ആണെങ്കിൽ വാറ്റ് നിങ്ങൾക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് വിൽ മൂവ് ടു ദ പ്രീവിയസ് ഡാഷ്ബോർഡ്. നമ്മുടെ പഴയ ഡാഷ്ബോർഡിലേക്ക് എന്ത് ചെയ്യും, ഇത് മൂവ് ആയിട്ട് തിരിച്ചു പോകും. ഇനി ഇത് അറിഞ്ഞിരിക്കണം, നമ്മൾ ജസ്റ്റ് വാറ്റ് രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ പഠിച്ചു, വാറ്റ് റിട്ടേണിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, പഠിച്ചിട്ടില്ല, പറഞ്ഞു തന്നു. ഇന്നതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയറിനകത്ത് ചെയ്യാന്നുള്ളത്. ഇതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് FTA ബന്ധപ്പെട്ടുള്ള വാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രി. ഞാൻ പറഞ്ഞില്ലേ, റിട്ടേണിനകത്ത് നമ്മൾ എന്തൊക്കെ ഇൻകങ്ങൾ കാണിക്കും, നമ്മൾ ടാക്സബിൾ ഇൻകംസ് മാത്രമേ അവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 5%. ഇൻകത്തിനെ തന്നെ നമുക്ക് 2 ആയി തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞത് ടാക്സബിൾ ഇൻകം, രണ്ടാമത്തത് കൊമേഴ്ഷ്യൽ ഓർ നോൺ ടാക്സബിൾ. അതിൽ തന്നെ ടാക്സബിളിനകത്ത് തന്നെ എന്തുണ്ട്, 3 തരത്തിൽ തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്നെന്ന് പറഞ്ഞത് ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 5%. രണ്ടാമത്തത് taxable at the rate of 0%, then exempted. 3 തരത്തിലാണുള്ളത്. ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 5%, ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 0%, ദെൻ എക്സംപ്റ്റഡ്. ഈ 3 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, FTA. അതായത് ടാക്സബിൾ എന്ന് വേർഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, FTA ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അതിൽ തന്നെ 0% വലിയ കുഴപ്പമില്ല. UAE അകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അണ്ടിൽ അൺലെസ് ഇറ്റ്സ് എക്സംപ്റ്റഡ് ആൻഡ് 0 റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഓൾവേസ് 5% വരും. പക്ഷേ 0% കുറച്ച് ട്രാൻസാക്ഷൻസ് വരും. സെർട്ടൻ ഫൈനാൻഷ്യൽ സർവീസസ്, എക്സ്പോർട്സ് ഗുഡ്സ് വരുന്നുണ്ട്. ആ എക്സ്പോർട്സ് ഗുഡ്സ് ആണെങ്കിൽ ചില ഡോക്യുമെന്റിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒഫീഷ്യൽ എവിഡൻസ്, കൊമേഴ്ഷ്യൽ എവിഡൻസ്
എവിഡൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഡോക്യുമെന്റ് വെക്കേണ്ടത്, അത് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 0% ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ എക്സംപ്റ്റഡ് സപ്ലൈ, നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് 0%, 3 വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് സപ്ലൈസ് ഒക്കെയാണ്. അപ്പോൾ അതിന്റെ ലോ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കാൻ വേണ്ടി പറ്റണം. ഈ 3 കാര്യങ്ങളും, ഈ 3 തരത്തിലുള്ള ഇൻകോ നമ്മൾ അവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്, FTAയുടെ വെബ്സൈറ്റിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ചിട്ട് കൊമേഴ്ഷ്യൽ സപ്ലൈസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട. എക്സാമ്പിൾ പറയാം, ഞാനൊരു UAE-യിലാണെന്ന് കരുതി, എൻ്റെ ബിസിനസ് കിടക്കുന്ന UAE-യിൽ, എൻ്റെ സപ്ലയർ കിടക്കുന്ന ഇന്ത്യയിലാണ്, എൻ്റെ കസ്റ്റമർ കിടക്കുന്നത് ഖത്തറിലാണെന്ന് കരുതാം. ഖത്തറിന്റെ ഭാഗമല്ല UAE എന്ന് പറഞ്ഞത്. സോ ഇന്ത്യയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ ഖത്തറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, UAE-യിൽ വാറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ആണ് ഞാൻ ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ UAE-ക്ക് അകത്ത് തന്നെ, വിത്തിൻ ദ UAE-ക്ക് അകത്ത് തന്നെ കുറെ ഫ്രീ സോണുകളുണ്ട്, ഡെസിഗ്നേറ്റഡ് ഫ്രീ സോൺസും ഉണ്ട്. ആ ലോ പഠിക്കണം. ഡെസിഗ്നേറ്റഡ് ഫ്രീ സോൺസ് ആണെന്നുണ്ടെങ്കിൽ, ഡെസിഗ്നേറ്റഡ് ഫ്രീ സോണിൽ വന്നിട്ട് ഖത്തറിലേക്ക് പോയാലും എന്താണ്, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ചെയ്യണം. ഡെസിഗ്നേറ്റഡ് ഫ്രീ സോണിൽ വന്നിട്ട് മെയിൻലാൻഡിലേക്ക് മെറ്റീരിയൽ മൂവ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്. അപ്പോൾ ട്രാൻസാക്ഷനുകളെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പഠിക്കണം, സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ടാക്സബിൾ ആണോ കൊമേഴ്ഷ്യൽ ആണോ എന്ന് എന്ത് ചെയ്യണം, സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അത്തരത്തിലൊരു നല്ലൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്റർവ്യൂവിന് കാര്യങ്ങൾക്ക് അത്യാവശ്യം പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒരു 2-3 മിനിറ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വാറ്റിൽ എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാ? ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടോ അതോ ഇന്റർവ്യൂ ശ്രമിക്കുന്ന ആൾക്കാരാണോ? ആൾക്കാർ അവിടെ പോകുന്ന സമയത്ത് ചോദിക്കാറുണ്ടോ, വാറ്റിന്റെ പരിപാടികളൊക്കെ അറിയാന്ന് ചോദിക്കാറുണ്ടോ? കൂടുതൽ ചോദ്യങ്ങൾ അറിയോ, വാറ്റിന്റെ ബേസ് അറിയണം. അല്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ടന്റ് ആയിട്ട് നമ്മളിപ്പോൾ 4000-5000 ദിർഹംസ് ഒക്കെ കൊടുത്ത് നമ്മൾ അവിടെ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും, വാറ്റ് കാര്യങ്ങൾ, റിട്ടേൺ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അറിയോ എന്ന് ചോദിക്കും. എല്ലാ ചേർന്ന പ്രശ്നം അറിയോ. എക്സ്റ്റേണൽ തേർഡ് പാർട്ടി, ഞാനിപ്പോൾ ചെയ്തു കൊടുക്കുന്ന റേറ്റ് 1000 ദിർഹംസ് ആണ്. സൗദിയുടെ വാറ്റും UAE-യുടെ വാറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ജൻഷർ. അത് സൗദിയുടെ വാറ്റിനകത്ത് തന്നെ 2 റേറ്റ്സ് കാര്യങ്ങൾ 15 പോർട്ടൽ തന്നെ മാറ്റമാണ്. സക്കാത്ത് പോർട്ടലാണ് അവിടെ. KSAയുടെ വരുന്നത് 2 റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, 15%, 5% ഒക്കെ പറഞ്ഞു. പക്ഷേ UAE എന്ന് പറയുന്നത് ഓൺലി 7 എമിറേറ്റുകൾ മാത്രമേ അതിനകത്ത് കവർ ആവുന്നുള്ളൂ. 7 എമിറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു പോർട്ടൽ ഉള്ളത്. സൗദി എന്ന് പറഞ്ഞ GCC കൺട്രി ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് പോർട്ടലും സെപ്പറേറ്റ് റൂൾസും കാര്യങ്ങളാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ അവൻ പറഞ്ഞ പോലെ തന്നെ, യഹ്യ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ UAE-യിൽ വന്ന് ജോബ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മിനിമം ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്, ഒന്ന് UAE വാറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് കോർപ്പറേറ്റ് ടാക്സ് ഇപ്പൊ നിലവിൽ വന്നതാണ്. അപ്പോൾ അതിനകത്തൊക്കെ എന്ത് ചെയ്യില്ല, ആർക്കും വലിയ ധാരണ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് കോർപ്പറേറ്റ് ടാക്സും കൂടി അറിയാം. കാരണം എന്താ, ഇപ്പൊ നമ്മൾ ഡാറ്റ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അലോബിൾ അല്ലെങ്കിൽ നോൺ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ ഉണ്ടാവും. ചില ട്രാൻസാക്ഷൻ റിലേറ്റഡ് പാർട്ടി ആംസ് ലെങ്ത് പ്രൈസിലൊക്കെ കാണിക്കേണ്ടൊക്കെയുണ്ട്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഒക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് അറിയാം എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താകും, മുൻപ് ഒരു ഫ്രഷർ എന്ന രീതിയിൽ ഇവിടെ വരുന്നതിനേക്കാളും കൂടുതൽ പരിഗണന നിങ്ങൾക്ക് കിട്ടും. കാരണം നിലവിൽ ഇവിടെ UAE-യിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊന്നും എന്തറിയില്ല, കോർപ്പറേറ്റ് ടാക്സ് അറിയില്ല. കാരണം അത് റീസെന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടേ ഉള്ളൂ. അവരും എന്താണ്, ലേണിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും, ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടും. കോർപ്പറേറ്റ് ടാക്സ് അറിയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വാറ്റിൽ നല്ലൊരു നോളജ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് പോകുന്ന സമയത്ത് ഒരു ഈക്വൽ പരിഗണന കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് പഠിക്കേണ്ടി വരും. അത്തരത്തിലൊരു ലേണിംഗ്, ഇൻഡെപ്ത് ലേണിംഗ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ UAE വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, IFRS എന്ന് പറയുന്ന സബ്ജക്റ്റുകളൊക്കെ ഒന്ന് പഠനം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചൊരു ഗ്രിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ സിമുലേഷൻ സോഫ്റ്റ്വെയർ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോറി നമ്മള് പിന്നെ ഈ കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ വാറ്റിന്റെ പേജ് നമ്മുടെ ലോഗിൻ ID വെച്ചിട്ട് നമ്മൾ തുറക്കുന്ന നമ്മുടെ പേജ് നമുക്ക് അമെൻഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ നമ്മൾ ഇപ്പോ പിന്നെ ഈ അമെൻഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ വാറ്റ് ഫയൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റുക. അതായത് വി വോണ്ട് ബി ഏബിൾ ടു file the VAT return
അതായത് നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് പർപ്പസിന് രജിസ്ട്രേഷൻ സബ്മിഷൻ ചെയ്തോ? നിങ്ങളെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടത്? അതെ അതെ അതെ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നില്ല എന്നാണോ പ്രശ്നം? റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. വാറ്റ് 201 എന്നുള്ള ഓപ്ഷൻ തന്നെ കാണിക്കുന്നില്ല. അല്ല, വാറ്റ് രജിസ്റ്റേർഡ് ആണോ? അപ്പോ രജിസ്റ്റേർഡ് ആണ്, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള അമെൻഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഇമെയിൽ അഡ്രസ് ചേഞ്ച് ചെയ്തപ്പോ പിന്നെ കംപ്ലീറ്റ് തകടം പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഓക്കെ, നോ ഇഷ്യൂ. എന്റെ നമ്പർ ആ ഗ്രൂപ്പിനകത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ കോർഡിനേറ്റർ ഉണ്ട്, അവരെ ഒന്ന് കളക്ട് ചെയ്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യോ വൈകുന്നേരങ്ങളിൽ? ഓക്കെ, ഞാൻ അതിന്റെ സൊല്യൂഷൻ കുറിച്ച് തരാം. നോ ഇഷ്യൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഡൺ. നോ ഇഷ്യൂ, നോ വറീസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് ഞാൻ നമ്മുടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ കോർഡിനേറ്റർ ഉണ്ട്, ഗ്രീഷ്മ അവനെ കോൺടാക്ട് ചെയ്യാം. എങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ലോ എങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഗ്രീഷ്മ അവനെ കോൺടാക്ട്, ഗ്രീഷ്മ ആരെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് കൺസിഡർ ചെയ്തോളൂ. ബൈ ഫോർ നാ. നമുക്ക് യുഎയിൽ ജോബ് ഒക്കെ കിട്ടിയിട്ട് ഹാപ്പി ന്യൂസ് ആയിട്ട് എന്നിലേക്ക് വരാം. ബൈ, താങ്ക് യു. ബൈ ബിപിൻ, ബൈ. താങ്ക് യു സർ. ബൈ ബൈ, ടേക്ക് കെയർ. പറ എന്താണ്